കുട്ടാ കുളിക്കല്ലേ? രാവിലെ നന്നായിട്ട് എണ്ണ തേച്ചിട്ടാണ് അമ്മമ്മ നേരെ കുളിപ്പിക്കാട്ടോ. നല്ല വൃത്തിയിലാവണം കണ്ടോ, നല്ലോണം സ്കാൽപ്പിൽ ഇങ്ങനെ. ഇനിയിപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ മുടി വളർത്തുന്ന കാലായി. മുടി കൊഴിയുണ്ടോ? അയ്യോ, അത് ഇവിടെ വന്നിട്ട് ഇപ്പൊ തൊഴിൽക്കിണറിൽ കുളിച്ചിട്ടാണോ കുട്ടാ? അതിന് ഇനി അമ്മമ്മ നല്ലൊരു റെമഡി നമ്മുടെ കുട്ടരുടെ തലയിൽ തേപ്പിച്ചു തരണ്ടേ. നോക്കട്ടെ കൊഴിയുണ്ടോ നോക്കട്ടെ. ഇപ്പൊ അമ്മമ്മ എണ്ണ തേച്ചതുണ്ടോ നല്ലോണം. ആൺകുട്ടികളും വേണം കേട്ടോ ഇങ്ങനെ മുടി ചീന്തി വെക്കുക. എണ്ണ തേച്ചാ നല്ലോണം ചീന്ത മുടി നന്നായിട്ട്. ഇതങ്ങനെ പല്ലകലുള്ള ചീർപ്പോണ്ട് തന്നെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഇതുണ്ടോ കുട്ടറ മുടി. ഈശ്വര, എന്താ മരുന്ന് തേക്കാൻ പോണേ? അമ്മമ്മ കാണിച്ചു തരണ്ട. അതൊന്നുമില്ല, അമ്മമ്മ നീ ഉണ്ടാക്കി കാണിച്ച് തേപ്പിക്കുമ്പോ ഈ കണ്ടാ മതി എന്താന്ന് അപ്പ അറിയാം. അയ്യോ, ഇങ്ങനെ കൊഴിയാൻ പാടില്ലല്ലോ ഈ പ്രായത്തിൽ തന്നെ. കുട്ടി 10-12 വയസ്സായ കുട്ടികളുടെ മുടി കൊഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതിനുള്ള നല്ലൊരു മരുന്ന് അമ്മമ്മ ഒപ്പം ഉണ്ടാക്കിയിട്ട് ഓടി വരാട്ടോ. അവര് തലയിൽ തേപ്പിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നിന്നിട്ട് ഈ നന്നായിട്ട് സാധാ വെള്ളത്തില് കുളിച്ചോളൂ. പിന്നെ അമ്മമ്മ വേറൊരു കാര്യം ചെയ്യും. കുഴൽക്കിണറിലെ വെള്ളല്ലേ കുറച്ചു നേരം അമ്മമ്മ സൂര്യപ്രകാശം തട്ടാൻ തലയിൽ പാരാനുള്ള വെള്ളം മാത്രം പുറത്തേക്ക് വെക്കാട്ടോ. ഇനി അമ്മമ്മ പെട്ടെന്ന് ഉണ്ടാക്കി വരാം. അവിടെ തന്നെ നിക്ക, എവിടേക്കും പോകണ്ട. കുട്ടാ 2 തുളസിയുടെ ഇല എടുത്തു വരൂ. അപ്പു 2 തുളസി വരൂ, അതും അത്യാവശ്യമാണ്. അതിന് വേണ്ട റെമഡിയാണ് ഇപ്പൊ ഉണ്ടാക്കണേ. അപ്പു കണ്ടോളൂ. അപ്പൊ തുളസി എടുത്ത് വരുമ്പോ അതൊക്കെ അമ്മമ്മ ഈ സാധനം ഉണ്ടാക്കി വെക്കും. തുളസിയും കൂടി ഇതിലിട്ടാലാണ് അപ്പുവിന്റെ മുടി കൊഴിച്ചിൽ ഇനി മാറുള്ളൂ. അതിനൊന്നുമല്ല മക്കളെ, നമ്മളെ സാധാ 2 3 മതി. അവിടെ ഇറങ്ങണോർത്തുണ്ട് കൊഞ്ചു കേട്ടോ. അതിന് വേണ്ട സാധനം ഒന്നുമല്ല, നമ്മളെ സാധാ ചായപ്പൊടി. 2 പോരെ, കുറച്ചും കൂടി വേണ്ടതുണ്ട്. 2 ഇതാണോ തുളസി? കുറച്ച് തോര കൊഞ്ചു കുട്ടാ. അതിന് നമ്മൾ ഒന്നും ചെയ്യണ്ട. നമ്മള് സാധാ കട്ടൻ ചായ നന്നായി വെട്ടി തിളയ്ക്കട്ടെ. നന്നായി ഇത് വെട്ടി തിളച്ചു കഴിഞ്ഞാൽ നമ്മളിത് അരിക്കണം. എന്നിട്ട് അരിച്ചിട്ട് സുഖമായിട്ട് ഏത് പ്രായക്കാർക്കും തേക്കാട്ടോ. നമ്മളുടെ മുടി വളർച്ച ഏറ്റവും കൂട്ടണ ഒന്നാണ് നമ്മളെ കട്ടൻ ചായ. കാരണം നമ്മളെ ചായയിൽ ഒരുപാട് നമ്മളെ മുടിയിലേക്ക് പറ്റിയ ഗുണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മള് ഗ്രീൻ ടീ ഉണ്ടെങ്കിൽ അങ്ങനെ തേച്ചോളൂ, അതും നല്ലതാണ്. കാരണം ഗ്രീൻ ടീ ഏറ്റവും ഇഫക്റ്റീവാണ്. പക്ഷെ നമ്മളെ സാധാ AVT ആണെങ്കിലും വേണ്ടില്ല, നിങ്ങൾ വാങ്ങണ ഏത് ചായയും ഉപയോഗിക്കാം. അവന് എന്തൊരു ഇത്ര പോലെ തുളസി ഉണ്ട് നമ്മളെ വീട്ടില്. എങ്കിലും തുളസിയുടെ ഇലയും കൂടി ഇതിലിരുന്നോട്ടെ, നീർവീഴ്ച വരാതിരിക്കാൻ. കുട്ടിയല്ലേ, അതിനുമുണ്ട്. പിന്നെ പേൻ ശല്യം ഉണ്ടാവില്ല കുട്ടികൾക്കും ഉണ്ടാവും. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയില്ലേ, താരൻ എല്ലാ കുട്ടികളിലും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രായത്തിൽ മുടി കൊഴിയുന്നത് നമ്മൾ പണ്ടൊന്നും കണ്ടിട്ടില്ല അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ കുട്ടികളുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങനെ ചെയ്തു കൊടുക്കണം എല്ലാവരും. അതിന് പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നുമില്ല. ഇപ്പൊ പെൺകുട്ടികളെക്കാളും മുടി വളർത്തുന്നത് ആൺകുട്ടികളാണല്ലേ. അപ്പൊ എല്ലാവരും ഇത് എന്തായാലും ചെയ്തു നോക്കണം കേട്ടോ. ഇനി ഞാൻ അവനെ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാന്നും കൂടി നിങ്ങളെ കാണിക്കേണ്ടത്. ഇതിങ്ങനെ ചൂടല്ലേ, ഒന്ന് കുറുകിക്കോട്ടെ. ആൺകുട്ടികൾക്ക് ഇത് കുറച്ചേ വേണ്ടൂ, ബാക്കിയുള്ളത് മാമ തേച്ചോട്ടെ അല്ലെങ്കിൽ അമ്മമ്മ തേക്കാം. എല്ലാവർക്കും നന്നായിട്ടോ, ഏത് പ്രായക്കാർക്കും ഇത് തേക്കാം. ഇത് അമ്മമ്മ നീ തലയിൽ നിന്ന് തേച്ച് തരട്ടെ. കണ്ടോ, ഇങ്ങനെ തേച്ച് നന്നായിട്ട് ഇതുണ്ടോ കുറേശ്ശെ എടുത്ത് നല്ല ഇങ്ങനെ മസാജ് ചെയ്യണം. ഇനി അമ്മമ്മയുടെ അടുത്ത് പോയി അമ്മോട് ഇത് പറയണട്ടോ. എല്ലാ ദിവസവും ഇത് വേണമെങ്കിൽ തേക്കാം. നമ്മള് കുടിക്കാണ്ടാക്കണ കട്ടൻ ചായ ഇല്ലേ, അതിലൊരു നുള്ളു പൊടി അധികം ഇട്ടിട്ട് മാറ്റി വെച്ചാൽ മതി. എനക്ക് 1 സ്പൂണ് കട്ടൻ ചായ പോരെ കുട്ടാ. ഇല്ല, അത്രയും കുറവല്ലേ മുടി? അല്ല, അത്രയും നമുക്ക് തോനെ നീളം വെച്ചിട്ടില്ലല്ലോ. അനക്ക് മുടി വളർത്തണം എന്നല്ലേ ഇപ്പൊ ആഗ്രഹം. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യണം, നീ എന്തായാലും കട്ടൻ ചായ ഉപയോഗിച്ചോളൂ കേട്ടോ. പിന്നെ പറഞ്ഞ പോലെ അമ്മ പറഞ്ഞ പോലെ 10 മിനിറ്റ് കഴിഞ്ഞാൽ കഴുകി കളയണം. പിന്നെ തുളസിയുടെ ഇല ഇടാൻ മറക്കരുത്, നീർവീഴ്ച വരാതിരിക്കാനാണ്. കുട്ടിപ്രായല്ലേ, വലിയ ആൾക്കാർക്ക് കുഴപ്പമില്ല, നീർവീഴ്ച അങ്ങനെ വരില്ല, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. ഇനി നന്നായി കുളിച്ച് മുടിയൊക്കെ നേരെ എപ്പോഴും 2 പ്രാവശ്യം ചീന്തി വെക്കണം കേട്ടോ. ആൺകുട്ടികളും വേണം മുടി ചീന്താ. കണ്ടോ എന്താ മുടി, ഇതൊക്കെ അമ്മമ്മയുടെ എണ്ണ തേച്ചിട്ട് അങ്ങനെ മുടി വളരണേ. ഇപ്പൊ ഇവിടെ കുഴൽക്കിണറിലെ വെള്ളമായിട്ടാണ് കൊഴിഞ്ഞത് നമ്മുടെ കുട്ടിക്ക്, അല്ലെങ്കിൽ കൊഴിയില്ലായിരുന്നു. ഇനി വീട്ടിൽ ചെന്ന് സാധാ വെള്ളത്തിൽ കുളിക്കുമ്പോൾ മുടി നന്നായി വളരും. മറക്കാതെ ഇതെങ്ങനെ ചെയ്യണം അമ്മോട് പറയണം രാവിലെ. അമ്മയെ കുറച്ച് കട്ടൻ ചായ തണുപ്പിച്ച് തരും എനിക്കാണ്. എന്നിട്ട് നീ തന്നെ തേച്ചോളൂ. അമ്മയ്ക്ക് രാവിലത്തെ തിരക്കൊണ്ടേ രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് ഞാൻ പറഞ്ഞില്ല. കുട്ടി പെട്ടെന്നാണ് കുളിക്കാൻ എണ്ണ തേക്കുന്ന സമയത്താണ് മുടി കൊഴിഞ്ഞു പറഞ്ഞത്. അപ്പൊ ആ ബേജാറുകൊണ്ട് ഞാൻ പറയാൻ മറന്നു കേട്ടോ. അപ്പൊ രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ലാസ്റ്റാ പറയുന്നത്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ഇത് എല്ലാവരും ചെയ്ത് നോക്കണം, കുട്ടികളെ എല്ലാവരും തേപ്പിച്ച് നോക്കണം. ഓക്കെ, എന്നാ ശരി.